welcome to Twinkle Time Talks. മാന്ത്രിക മൺകലം. ഒരു കർഷകൻ തൻ്റെ കൃഷിയിടത്തിൽ മണ്ണുഴുതിടുകയായിരുന്നു. അപ്പോൾ അയാളുടെ കലപ്പ എന്തോ ഒന്നിൽ ഇടിച്ചു നിന്നു. അതൊരു മൺകലമായിരുന്നു. അതിലെന്തോ ഒരു പ്രത്യേകതയുള്ളതായും അതിനടിയിൽ നിധി ഉണ്ടായേക്കാമോ എന്നും അയാൾക്ക് തോന്നി. മൺകലം എടുത്തു മാറ്റി അയാൾ അതിനടിയിൽ കുഴിക്കുവാൻ തുടങ്ങി. പക്ഷെ കുറേയധികം കുഴിച്ചിട്ടും കർഷകന് നിധിയൊന്നും കിട്ടിയില്ല. ഏറെ തളർന്ന അയാൾ തൻ്റെ മൺവെട്ടി കലത്തിലിട്ട് വിശ്രമിക്കാനായി മരച്ചുവെട്ടിൽ കിടന്നു. അയാൾ അവിടെ കിടന്നുറങ്ങിപ്പോയി. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം എഴുന്നേറ്റപ്പോൾ മൺകലത്തിൽ കുറേയധികം മൺവെട്ടികൾ കിടക്കുന്നത് കണ്ടു. ഇതെന്താ അത്ഭുതം! ഞാൻ ഈ കലത്തിലൊരു മൺവെട്ടി മാത്രമല്ലേ ഇട്ടത്? കർഷകൻ സ്വയം പറഞ്ഞു. ഇതൊരു മാന്ത്രിക മൺകലമാണെന്ന് തോന്നുന്നു. പരീക്ഷിക്കാനായി ഒരു മാങ്ങ ഇട്ടു നോക്കാം. കർഷകൻ ഒരു മാങ്ങ എടുത്ത് മൺകലത്തിൽ ഇട്ടു നോക്കി. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കലം കുറേയധികം മാങ്ങകൾ കൊണ്ട് നിറഞ്ഞു. ഈ മാന്ത്രിക കലം കൊണ്ട് എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർക്കാം. ഇതും പറഞ്ഞ് കർഷകൻ മൺകലവും എടുത്ത് വീട്ടിലേക്ക് പോയി. എന്നിട്ട് കലത്തിൽ നിന്ന് കിട്ടിയ മാങ്ങകൾ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു. കിട്ടിയ കാശുകൊണ്ട് അയാൾ അരിയും ആവശ്യ സാധനങ്ങളും വാങ്ങി. അത് അയാൾ മാന്ത്രിക മൺകലത്തിലിട്ട് ഒരു വർഷത്തേക്ക് വേണ്ടുന്നത്ര അളവുമാക്കി. ഈ കാര്യം അയാൾ തൻ്റെ ഭാര്യയോടും പറഞ്ഞു. ഇത് നമ്മുടെ ഭാഗ്യമാണ്. ഇത് വെച്ച് നമുക്ക് പണക്കാരാവാം. പിന്നെ ഇത് നമുക്ക് സുരക്ഷിതമായി ഒളിച്ചു വെക്കണം, ഭാര്യ പറഞ്ഞു. കർഷകൻ സമ്മതിച്ചു. അങ്ങനെ മാന്ത്രിക മൺകലം ഉപയോഗിച്ച് അവർ പണക്കാരായി. അരി, പഴങ്ങൾ, വസ്ത്രങ്ങൾ, അങ്ങനെ മൺകലത്തിലിടുന്ന ഓരോ സാധനങ്ങളും 10 മടങ്ങായി തിരിച്ചു കിട്ടി. മൺകലം രഹസ്യമാക്കി വെച്ചെങ്കിലും കർഷകനും കുടുംബവും പെട്ടെന്ന് പണക്കാരായത് നാട്ടുകാർ ശ്രദ്ധിച്ചു. നാട്ടുകാരിൽ ഒരാൾ കർഷകന്റെ വീട്ടിലെ മാന്ത്രിക മൺകലം കാണാനിടയായി. അതിവേഗം അത് രാജാവിന്റെ ചെവിയിലുമെത്തി. വിവരമറിഞ്ഞ രാജാവ് പറഞ്ഞു, ഈ രാജ്യത്തെ ഭൂമിയിൽ നിന്ന് കിട്ടിയ മാന്ത്രിക മൺകലം രാജാവിനുള്ളതാണ്. അത് കർഷകന്റെ പക്കൽ നിന്നും എത്രയും വേഗം പിടിച്ചെടുത്ത് എത്തിക്കണം, രാജാവ് കൽപ്പിച്ചു. അപ്രകാരം മന്ത്രി കിങ്കരന്മാർക്കൊപ്പം കർഷകന്റെ വീട്ടിലെത്തി. ഒളിപ്പിച്ചു വെച്ച മാന്ത്രിക മൺകലം കണ്ടുപിടിച്ചു. അവർ അത് രാജാവിന്റെ മുൻപിലെത്തിച്ചു. രാജാവ് മാന്ത്രിക മൺകലം അത്ഭുതത്തോടെ നോക്കി. ഇതാണോ മാന്ത്രിക മൺകലം? ഞാൻ തന്നെ ഇതാദ്യം പരീക്ഷിക്കാം. എന്റെ തല ഇതിലിടാം. അപ്പോൾ എന്റെ ബുദ്ധിയും കഴിവും 10 മടങ്ങ് വർദ്ധിക്കുമല്ലോ. ഇതും പറഞ്ഞ് രാജാവ് തല മൺകലത്തിലേക്ക് കടത്തി. പക്ഷേ കാല് തെന്നിയ രാജാവ് അതിനകത്തേക്ക് വീണുപോയി. വീഴ്ചയിൽ തലയിടിച്ച് രാജാവിന്റെ ബോധവും പോയി. കുറച്ചു സമയത്തിന് ശേഷം ബോധം തിരിച്ചു കെട്ടി രാജാവ് പതുക്കെ കുടത്തിന് പുറത്തേക്ക് ഇറങ്ങാനൊരുങ്ങി. അപ്പോൾ കണ്ട കാഴ്ചയോ, തന്നെ പോലെ 100 രാജാക്കന്മാർ പുറത്തു നിൽക്കുന്നു. അവർ എല്ലാവരും താനാണ് ശരിയായ രാജാവെന്നും പറഞ്ഞ് അധികാരത്തിനായി തമ്മിൽ തല്ലുന്നു. പൊരിഞ്ഞ യുദ്ധത്തിൽ മുഴുവൻ രാജാക്കന്മാരും അവിടെ മരിച്ചു വീണു. ഈ വിവരം കർഷകനും ഭാര്യയും അറിഞ്ഞു. മാന്ത്രിക മൺകലം നമുക്ക് തിരിച്ചെടുത്താലോ? ഭാര്യ ചോദിച്ചു. വേണ്ട, നമുക്ക് ആവശ്യത്തിനുള്ള സമ്പത്ത് കയ്യിലുണ്ടല്ലോ. മാന്ത്രിക മൺകലം ഇനി സൂക്ഷിക്കുന്നത് ആപത്താണ്, കർഷകൻ പറഞ്ഞു. കർഷകനും ഭാര്യയും പിന്നീടുള്ള കാലം സുഖമായി ജീവിച്ചു. Thank you for watching. Please like, subscribe our channel.